ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എല്ലാം നേരത്തെയും കൈവിട്ടു പോയതുകൊണ്ട് ഈശ്വരന്റെ വിളി വരുമ്പോ ധൈര്യമായിട്ടങ്ങ് പോവാം. അല്ലെങ്കിൽ ഇതെല്ലാം ഇട്ടെറിഞ്ഞു പോവാൻ മടി കാണുവേ. വീടിപ്പോ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അതാണ് നമ്മുടെ വീട്. ഞാൻ ഭഗവാന്മാർക്ക് കൊടുക്കുന്നത് ഒരു കാരണവശാലും മുടക്കില്ല. അതിന് എന്തു വന്നാലും ശരി, ഞാൻ മുടക്കില്ല. തള്ളയുടെ റിലേ അടിച്ചു പോയെന്നാ തോന്നുന്നേ. പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കൂട്ടുകിടപ്പുകാരൊക്കെ വന്നല്ലോ. വന്നപ്പോ ഉണ്ടായ കൂടങ്ങ് പോയല്ലേ. അല്ല, ഇനിയിപ്പോ എന്ത് ചെയ്യും? മോൻ വല്ല കടത്തിണ്ണയും കണ്ടുവച്ചിട്ടുണ്ടോ? പിച്ചക്കാരൊക്കെ വരുന്നതിന് മുമ്പേ വേഗം പോയി സ്ഥലം പിടിക്ക്. കടത്തിണ്ണയോ പാലത്തിന്റെ അടിയിലോ. ഏതായാലും ഇനി എല്ലാം നമുക്ക് സ്വർഗമല്ലേ. ഇതെല്ലാം നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ പ്രതീക്ഷയല്ലേ. വിഷമിക്കാതിരിക്കേ. എനിക്കൊരു സങ്കടമില്ല. അതെ, ഇപ്പൊ എന്റെ വിളക്കിന്റെ തട്ടം കാണുന്നില്ല. അതിവരെടുത്തിട്ടപ്പോ എവിടെയോ പോയതാ. എന്തായാലും എടുത്തിരുന്നു. എങ്കിൽ പിന്നെ ഇവർക്കത് കുറച്ച് മര്യാദക്ക് എടുത്തിട്ടൂടെ? വലിച്ചു ഭാരി. ഒരു സാധനവും മര്യാദക്കിനി ഉപയോഗിക്കരുതെന്നുള്ള വാശി തന്നെയാ എടുത്തിട്ടിരിക്കുന്നത്. അത് ഞാനിപ്പോ എവിടെ പോയി നോക്കാനാ? ഒരു തലവിധി. അല്ലെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? വീട്ടിലുള്ളവരോട് എടുത്തിറക്കിക്കൊള്ളാൻ അവര് പറഞ്ഞതാ. പക്ഷേ അതിന് ഇവിടെ ആരിയ്ക്കുന്നു? ആര്? കൈയും കാലും തളർന്നിരിക്കുന്ന ആ മനുഷ്യനെ കൊണ്ട് എന്ത് ചെയ്യാന്? പിന്നെയുള്ളത് പിള്ളേ. അത് അതിലും കഷ്ടമാ. മകനുള്ളത് അച്ചിക്ക് കൂട്ടുകിടക്കാൻ പോയതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ. നീ എന്ത് നോക്കിക്കൊണ്ടിരിക്കുക? ആ തട്ടം എങ്ങനെയെങ്കിലും നോക്കിയെടുക്കാൻ നോക്ക്. അവള് കാഴ്ചയും കണ്ടോണ്ട് നിൽക്കുക. കുറച്ചു ദിവസം കൂടി കിടക്കേണ്ടി വരും. പാവം. ഞാൻ ഇയാളോട് പറയുമായിരുന്നു, ഈ വീട് പണിയുള്ള കല്ലൊക്കെ കുറെ ദൂരെയാ കൊണ്ടിടുന്നതേ. അന്ന് ഈ റോഡും വഴിയൊന്നും ഇല്ല. അവിടുന്ന്
തലയ്ക്ക് ചുമന്ന ഇവിടെ കൊണ്ടു നിടുന്നതേ. ആദ്യം വെച്ചത് 2 മുറിയും ഒരടുക്കളയും മാത്രമാ ചെയ്യാൻ പറ്റിയ എനിക്ക്. പിന്നീടാ ഇതുണ്ടാക്കിയതേ. ഇതിന് നിന്റെ പ്രായമുണ്ടേ. ഞാൻ പറഞ്ഞു വന്നത്, അന്നത്തെ പണി കഴിയുമ്പോൾ ഇവിടെ ഒരു മറ കെട്ടിയാ അതിൽ നിന്നായിരുന്നു കുളി. ശരീരം വേദന വരാതിരിക്കാനേ നിന്റെ അമ്മ ഇഞ്ചപ്പുല്ലിട്ട് വെള്ളം ചൂടാക്കി തരുമായിരുന്നു. ആ ഇഞ്ചപ്പുല്ല് ഞങ്ങൾ പിന്നെ കുറെ അധികം നമ്മുടെ ആ വേലിപ്പത്തിൽ വച്ചങ്ങ് പിടിപ്പിച്ചു. കാരണം ദിവസവും ശരീരവേദന മാറ്റാനേ അതായിരുന്നു അന്നത്തെ മരുന്ന്. ഒരുപാട് കഷ്ടപ്പെട്ട് സ്വയം പണിയെടുത്ത് പണിത് വീടാ. ഇത് മൊത്തം ഉണ്ടാക്കി തന്നതല്ല. ഇപ്പൊ അവരോരോന്നായി എടുത്ത് പുറത്തേക്കിടുന്ന സാധനങ്ങളൊക്കെ ഒരുപാട് വീർത്തുണ്ടാക്കിയതാണ് മക്കളെ. ഈ നഷ്ടപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ടത് തന്നെയാ. ഇനിയിപ്പോ അതിന്റെ പേര് സങ്കടപ്പെട്ടിട്ടോ അവരത് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. അതും എനിക്കറിയാം. ഒരു മാറ്റം അതെന്തായാലും വേണം. പിന്നെ മറ്റൊന്നുണ്ട്. എല്ലാം നേരത്തെയും കൈവിട്ടു പോയതുകൊണ്ട് ഈശ്വരന്റെ വിളി വരുമ്പോ ധൈര്യമായിട്ടങ്ങ് പോവാം. അല്ലെങ്കിൽ ഇതെല്ലാം ഇട്ടെറിഞ്ഞു പോവാൻ മടി കാണുവേ. എന്തുവാടോ പിള്ളേ? മോനെ, ഈ പിള്ളേ ഇവര് വന്നപ്പം പോലുള്ള കരച്ചിലായി കരയുന്നേ. ഞാൻ കുറെ സമാധാനിപ്പിക്കാൻ നോക്കിയതാ, പിന്നെ അങ്ങ് നിർത്തി. അല്ലെങ്കിൽ പിന്നെ എന്റെ കൂടെ കരയ്ക്കുമ്പോ